നമസ്കാരം. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്, മൂകതയും ശൂന്യതയും നിറഞ്ഞു നിൽക്കുന്ന വീട്. എന്നോ ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച് ദുരന്തമായി തീർന്ന ഒരു വീട് പോലെ ആ വീടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. വെറ്റിലച്ചെടികളും ആരോ നട്ടുപിടിപ്പിച്ച വെറ്റിലച്ചെടികളും വാഴ കുലപ്പിച്ച അതിൻ്റെ വാഴ നശിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഉണങ്ങിപ്പോയ മരങ്ങളും വക്കിടിഞ്ഞു പോയ കിണറുക്കുമുള്ള ഒരു സ്ഥലം. ഇത്തരം സ്ഥലങ്ങൾ പ്രേതകഥകൾ എഴുതുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ വിവരം എനിക്ക് കിട്ടുമ്പോൾ വളരെ വിചിത്രമായ ഒരു നമുക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരു അനുഭവമാണ്. എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ എന്ന് പറയുന്ന ഞാൻ കണ്ടെത്തിയ പ്രേതാനുഭവ കഥകളിൽ പ്രേതാനുഭവങ്ങളിലുള്ള ഒരു കഥയാണിത്. ഞാനിത് ഇന്നിവിടെ ഓർമ്മിച്ചെടുത്ത് പറയാനുള്ള ഒരു പ്രധാന കാരണം, എൻ്റെ ഈ പുസ്തകം വായിച്ച ഒരാൾ, അദ്ദേഹം എന്നെ വിളിക്കുന്നു, ബന്ധപ്പെടുന്നു. സ്വാമി, ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എന്തിനാണ്, വെറുതെ സംസാരിച്ച് കളയാനുള്ള സമയം എനിക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, 62 വയസ്സ് തികയുന്നു ഡിസംബർ 23-ന്. നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും. ഒരു സാധനം കളഞ്ഞു പോയാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടിയേക്കാം, മറ്റാരും കൊണ്ടുപോയില്ലെങ്കിൽ. കളഞ്ഞുപോയ കൗമാരം തിരിച്ചു കിട്ടത്തില്ല, കളഞ്ഞുപോയ യൗവനം തിരിച്ചു കിട്ടത്തില്ല, കളഞ്ഞുപോയ ദാമ്പത്യങ്ങൾ ഉൾപ്പെടെയുള്ളതൊന്നും തിരിച്ചു കിട്ടത്തില്ല. കിട്ടാവുന്നതൊരു വാർദ്ധക്യത്തെ കാലത്തെ മരണം മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് കളഞ്ഞു പോകും. സമയം, കാലനാണ്. കാലൻ കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. മനുഷ്യനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ജന്മങ്ങൾ കൊണ്ടുപോകുന്ന കാലനുണ്ട്. 2 കാലനുണ്ട്. അതാണ് കാലത്തിൻ്റെ പ്രതിരൂപമായ കാലൻ, നമ്മുടെ സമയങ്ങൾ കൊണ്ടുപോകുന്ന കാലൻ. പണ്ട് സുനിൽ പരമേശ്വരൻ സുന്ദരനായിരുന്നു എന്ന് പറയുന്നു. എന്നെ അടുത്ത കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഒരാൾ ഓടി വന്ന് സുനിലേട്ടാ എന്ന് വിളിച്ചിട്ട് എൻ്റെ കൈ പിടിച്ച് കണ്ണുനീർ പുറത്തു. എങ്ങനെ ഇരുന്ന ആളാണ്? 40 വർഷം മുമ്പാണ് ഇല്ലേ? എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. സഹിക്കാതെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, അദ്ദേഹത്തിന് ദുരിതങ്ങൾ വല്ലതും കൊടുത്തില്ലല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, പ്രായം എന്നെയല്ല, താങ്കളെയല്ല, ഏതു സുന്ദരനെയും. ഞാൻ ഈ കടത്താലത്ത് ഹേമമാലിനി നമ്മളെ കൗമാരത്തിലൊക്കെ നമ്മളെ ഭ്രമിപ്പിച്ചത് ഹിന്ദി നടിയാണ്, ശ്രീദേവി. അവരുടെയൊക്കെ വേറൊരു, നമ്മൾ കാലത്തിലൂടെ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാത്ത ഒരു യൗവനാവസ്ഥയിലുള്ള ചെറുപ്പക്കാരുണ്ട് ഇല്ലേ? വൃദ്ധരെ കണ്ടാൽ, ഇപ്പം നമ്മൾ വണ്ടിയിൽ പോയാൽ ഒരു വൃദ്ധ, നമ്മളെക്കാൾ വാർദ്ധക്യമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കും ഇരിക്കാൻ. ചെറുപ്പക്കാർ തിരിക്കില്ല, അവർ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇലക്ട്രിക് ട്രെയിനിൽ സഞ്ചരിക്കേണ്ട ചെന്നൈയിൽ വന്നു. ആരും അവരുടെ കുഴപ്പമില്ല, അവർക്ക് മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റാനുള്ള സമയമില്ല. അടുത്ത് നിൽക്കുന്നത് ആരാ? ഭീകരനാണോ, യാചകനാണോ, രാജകുമാരനാണോ? അതിനുള്ള സമയമില്ലാണ്, മൊബൈലിനകത്താണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ ഈ കാലം, അദ്ദേഹം പോയി എന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ ഒപ്പം നാൾ ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു, സുഹൃത്താണ്. എൻ്റെ എന്ന ഒരു യൗവനകാലത്ത് ഒരു പൂവ് സൗരഭ്യത്തോടെ വിടർന്നു കഴിഞ്ഞാൽ അത് പിന്നെ കൊഴിയുന്നൊരു കാലമുണ്ട്. അതിൻ്റെ അടിവേര് ഉണങ്ങുന്നത് വരെ അത് പൂത്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെറിയ നരകളൊക്കെ വരുമ്പോൾ എടുത്തുകളെ. എൻ്റെ പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നരയുണ്ടായിരുന്നു, ഒരു നര. പിന്നെ അത് വലിയ നരയായി. പണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു, ഡൈയൊന്നും ചെയ്യാറില്ല, ഇന്നുവരെ ചെയ്തിട്ടില്ല. പിന്നെ മുഴുവൻ നരയായി. നമ്മളെ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്ന ഒരു വീട്, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കുട്ടൻപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനങ്ങനെ പേര് മാറ്റി പറയുവാണ്. ഞാനത് എഴുതിയിട്ടുണ്ട്, എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങളിൽ എഴുതിയ ഒരു സംഭവമാണ്. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, സ്വാമി എനിക്ക് കാണണം. എന്തിനാണ്? അതൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു, അവിടെ മുറിപ്പാടത്തടിയിൽ 25 മുതൽ 30 വരെ ഉണ്ട്, നിങ്ങളവിടെ ബുക്ക് ചെയ്തോളൂ. 9037774456 ആ അമ്പലത്തിൻ്റെ നമ്പറിൽ വിളിച്ചാൽ അവിടെ ഡേറ്റ് കിട്ടും. അവിടെ വന്നാൽ ഞാൻ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ പറയും. എല്ലാം കൂടെ ഒരു 1000 രൂപയ്ക്കകത്തുള്ള ചിലവേ ഉള്ളൂ. പൂർവ്വജന്മം. ഇന്നും രാവിലെ ഒരു അമ്മ വന്നിരുന്നു, വരണ്ട എന്ന് പറയും. കാരണം എൻ്റെ വെമ്പായത്തിൻ്റെ അടുത്ത് വിനയൻ എന്ന് പറയും നമ്മുടെ ഒരു വലിയ വേണ്ടപ്പെട്ട സുഹൃത്തുണ്ട്. വളരെ വലിയ സ്നേഹമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കട തുടങ്ങിയപ്പോൾ ഞാനൊരു വിഷ്ണുപാദവും കൊണ്ട് വെച്ച് കൊടുത്തു. ആ വിഷ്ണുപാദത്തിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ, മഹാവിഷ്ണുവിൻ്റെ പാദം ഭയങ്കര ഐശ്വര്യമാണ്. നമുക്ക് ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനെ നെയ്വിളക്ക് വയ്ക്കണം, കൽവിളക്ക് വെച്ചിട്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ട, ഇവിടെ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ പറഞ്ഞില്ല, സ്വാമിയെ ഒന്ന് കണ്ടാൽ മതി എന്ന്. വന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ആ അമ്മയുടെ ഫലം കൊണ്ട് പറഞ്ഞു കൊടുത്തു, പേരുൾപ്പെടെ നക്ഷത്ര നാളുൾപ്പെടെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പരിഹാരങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ ഒരു വിഷ്ണുപാദം വാങ്ങിച്ചു വെച്ചോളൂ. അങ്ങനെയാണ്, നമുക്ക് പരിഹാരങ്ങളില്ല. നമ്മൾ സത്യം വളരെ മനസ്സിലായി. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളിങ്ങനെ ദൈവമേ അവിടെ പോയി കണ്ണടച്ചിരിക്കും. ക്ഷേത്രത്തിലോട്ട് പോകണം, കണ്ണ് തുറന്ന് കാണാനില്ലേ? അവിടെ എന്താണേ ഉള്ളത്? ഇപ്പോൾ അവിടെ തിരുമേനിയൊക്കെ കാണും, പൂണൂലൊക്കെ ഇട്ട് വലിയ വയറൊക്കെ ഉള്ള തടിയൊക്കെ വളർത്തി എന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ കാണും. പക്ഷെ അതല്ല, ഏകാഗ്രമായി നമ്മളവിടെ കാണുന്നതിന് ശരിക്കും ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കണ്ണ് തുറന്നു തന്നെ പ്രാർത്ഥിക്കണം. കണ്ണ് തുറന്ന് അവിടുത്തെ ശിവലിംഗത്തെ കാണണം, അവിടുത്തെ പ്രതിഷ്ഠകളെ കാണണം, അതിലർപ്പിക്കപ്പെട്ട വിളക്കുകളെ കാണണം, അതിലെ പ്രകാശം ചെല്ലുന്ന പ്രകാശത്തെ കാണണം. പ്രകാശപൂരിതമായ ആ ദേവസ്ഥാനത്തെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാം കട്ടപ്പെട്ട് അവിടെ പോയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒന്നും കാണാതെ തിരിച്ചു വരും. മനസ്സിൻ്റെ പ്രഭ കൊണ്ട് കാണാം എന്നായിരിക്കും. ഇതെൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്ഷേത്രങ്ങളിൽ അങ്ങനെ പോകാറില്ല, എന്നാലും പോകാറൊന്നുമില്ല. 60 വയസ്സോടുകൂടി ക്ഷേത്ര ദർശനങ്ങൾ നിർത്തിയത് കൊണ്ടാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെ പോവും, മുറിപ്പാലത്തടിയിൽ പോവും, എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ പോവും. കരിക്കത്ത് സ്ഥിരമായിട്ട് പൊക്കോണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ചുവർച്ചിത്രമൊക്കെ മാറ്റി പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങോട്ടും പോകാറില്ല. ഇതൊക്കെ ഞാനങ്ങ് സ്വതന്ത്രമായിട്ട് നമ്മുടെ DNA പ്രേക്ഷകരോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഇദ്ദേഹം എന്നെ വിളിച്ചു വന്നു. വന്നിട്ട് ഇദ്ദേഹത്തോട് എന്നോട് പറഞ്ഞത് ഈ കുട്ടൻപിള്ളയുടെ വീട് വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. ഈ കുട്ടൻപിള്ള എന്ന് പറയുന്നത് ഒരു വിമുക്ത ഭടനാണ്. നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന, അമ്മയെ ഒരുപാട് സ്നേഹിച്ച, 3 സഹോദരിമാരെ കെട്ടിച്ചയച്ച, ഇദ്ദേഹം പട്ടാളത്തിലിരുന്നു കൊണ്ടുവന്ന വിവാഹത്തിന് മാത്രം കൊണ്ട് എല്ലാവരെയും നല്ലവണ്ണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നഖം, ഒരാളെ നമ്മുടെ ഒരു വ്യക്തിയെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നഖങ്ങളെക്കുറിച്ച് നോക്കിയാൽ മതി, കാൽപാദത്തെ നഖങ്ങളെ നോക്കിയാൽ മതി. ചില ലക്ഷണശാസ്ത്രപ്രകാരം ചില കാരണങ്ങളുണ്ട്. നഖം വൃത്തിയായി വെട്ടിപ്പിടിപ്പിച്ചയാൾ കർക്കശക്കാരനായ, ശരീരം ശുദ്ധിയായി സൂക്ഷിക്കുന്നവനായിരിക്കും. മുടി നന്നായിട്ട് ചീകി വയ്ക്കുന്നവനും, മുടിയിൽ ഡൈ അടിച്ചവനും, മുടി അലസമായിട്ട്, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതികളുള്ളതാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിനക്ക് എങ്ങനെയായാലും ഒക്കെ ഒന്നുമില്ലല്ലോ, ടീച്ചർ പോയൊന്ന് ചീകി വെച്ചിട്ട് പോകാൻ. അപ്പോൾ ഇതിങ്ങനെ വളർന്നു പോകുന്നതാണ്. എങ്ങനെ വളർന്നാലും ഈ വളർച്ച മുറ്റുക എന്ന് പറയും. നമ്മൾ എത്ര കാലം തലമുടി, നമ്മൾ പണ്ട് കാലത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ, പണ്ട് കാലത്തൊരു വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് കുഴിച്ചിട്ട അല്ല, ഒരു മുടി ഇങ്ങനെ വളർന്നു വരും, തലമുടി, നഖം വളർന്ന് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ മരണപ്പെട്ടതിന് ശേഷവും ആ ഭൂമിയിലെ എനർജിയാൽ സംഭവിക്കുന്നതാണ്. എല്ലാത്തിൽ മനുഷ്യന് ശ്വാസമില്ല, തലച്ചോറ് ഉണ്ടാകുന്ന അത്രേ മുടിയുള്ളൂ എന്നാണ്. പക്ഷേ ഭൂമിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ലെയറുകളിലുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരുപാട് ഞാൻ പോവുകയാണ്. ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ കണ്ണൂർ വരെ പോവുകയാണ്. അവിടെ നമ്മുടെ 2 സുഹൃത്തുക്കൾ, പ്രശോഭും ഭാര്യയും, എന്നെ ഒരു 6 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ണൂർ ഒരു വീട്ടിലൊരു പരിഹാരം ചെയ്തപ്പോൾ അവരുടെ താഴെ ചൊവ്വയിലൊരു ഹോട്ടലുണ്ട്, അതെല്ലാം ബന്ധനത്തിലായി കിടന്നപ്പോൾ ഞാൻ പരിഹാരമൊക്കെ ചെയ്തു കൊടുത്ത് അതിപ്പോൾ വലിയ ഹോട്ടലായി, വലിയതായി. അവർ ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചില്ലെങ്കിൽ വിരോധമൊന്നുമില്ല, നടന്നല്ലോ. അപ്പോൾ അന്ന് ആ വീട്ടിൽ വന്ന് കണ്ട 2 പേരാണ്, പ്രശോഭയും ഭാര്യ. അവർ തൃശ്ശൂരാണ്. അവരുടെ 150 വർഷം പഴക്കമുള്ള ഒരു വീടിനെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞു. ആ വീട്ടിലെ ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു, ആ വീട്ടിൻ്റെ പരിസരങ്ങളെക്കുറിച്ച്, നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച്, സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവർക്ക് ആ വീട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവർ കാന്തല്ലൂർ വന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അവിടെ എനിക്ക് കണ്ടുപിടിക്കത്തക്ക വിധം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കത്തക്ക വിധം ഒരു സാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ടീച്ചറുടെ വൈകുന്നേരത്തെ ചെറിയ ഫ്ലൈറ്റ് കയറി അവിടെ ഇറങ്ങി രാവിലെ അവിടെ പോയി കണ്ടിട്ട് വൈകുന്നേരം തിരിച്ചു വരും. കാരണം DNA-യിലൊന്നും വാർത്ത ചെയ്യണമല്ലോ. ഈ 150 വർഷം പഴക്കമുള്ള വീടിനെ കുറിച്ച് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. എനിക്ക് മനസ്സിലായി അവിടെ ഒരു വിഷയമുണ്ട്, അവർക്ക് താമസിക്കാൻ വയ്യ. ആ പെൺകുട്ടി കണ്ടു ഒരു കറുത്ത രൂപം ഇങ്ങനെ സന്ധ്യയ്ക്ക് ആ വീട്ടിനകത്തോട്ട് കയറിപ്പോവുകയോ ദൃശ്യത്തിൽ മറയുകയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി അവിടെ ദോഷമൊന്നുമില്ല. പക്ഷേ അവിടെ വസിച്ചിരുന്ന ഏതോ ഒരു പ്രേതാത്മാവിൻ്റെ ശക്തിയുണ്ട്. എന്തായാലും അവർ തൃശ്ശൂരിലേക്ക് മാറി, നല്ല ചെറുപ്പക്കാരാണ്, അവർ മാറും. ആ പൂജ പൂർണ്ണമായിട്ടത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, ഈ കുട്ടൻപിള്ളയുടെ വീട് മേടിക്കാനായിട്ട് വന്ന ആൾ, ഈ കുട്ടൻപിള്ള നല്ല ആരോഗ്യവനായ പട്ടാളക്കാരനായിരുന്നു. അതിൻ്റെ വീടിൻ്റെ തെക്കുഭാഗത്ത് കുറേ കാലമായിട്ട് അവരുടെ പൂർവികമായ കുടുംബക്കാർ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഭദ്രകാളിയാണ്. കാളികാളി, കൊടുങ്കാളി, കരിങ്കാളി, അഥർവണ ഭദ്രകാളി എന്ന് പറയുമ്പോൾ എന്താണ്, 1000
കാളികളുടെ ശക്തിയുള്ള പ്രത്യങ്കര പോലുള്ള ഏതോ ഉഗ്ര രൂപത്തിലുള്ള ഒരു മൂർത്തിയാണ്. അതിങ്ങനെ ക്ഷയിച്ചു വന്നു. ഇദ്ദേഹം സഹോദരിമാരെയൊക്കെ കെട്ടിച്ചയച്ചതിന് ശേഷം സഹോദരിമാർക്ക് കുട്ടൻപിള്ളയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അവിടുത്തെ ജോലി മതിയാക്കി വളരെ കാലത്തെ സേവനത്തിന് ശേഷം ഈ കുട്ടൻപിള്ള ഈ വീട്ടിലേക്ക് വന്നു. അയാൾ വെറ്റില കൃഷി തുടങ്ങി, അമ്മയെ പരിചരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ മകനെ ഒരു പെണ്ണ് കാണണം, മകനൊരു വിവാഹം കഴിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള അമ്മ. അപ്പോൾ ഏതോ ഒരു ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് കർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. ഇദ്ദേഹം ഈ എവിടെ പോയിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് പിന്നെ ഒരിടത്ത് പോയി ജ്യോതിഷം നോക്കി. അപ്പോൾ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, താങ്കൾക്ക് വിവാഹയോഗമില്ല. പണ്ഡിതനാണ്, താങ്കൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. വിവാഹം കഴിച്ചാൽ തന്നെ ഭാര്യ നിലനിൽക്കുന്നില്ല, ഭാര്യയ്ക്ക് അപമൃത്യു ഉണ്ടാകും എന്നാണ് താങ്കളുടെ ജാതകം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഇത് വിശ്വാസമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പകരം എന്തുകൊണ്ട് ഇതാണ് സംഭവിക്കുന്നതെന്ന് കുട്ടൻപിള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന ഈ ക്ഷേത്രം ഒന്ന് ശരിയാക്കുക, എന്നാൽ ചിലപ്പോൾ പരിഹാരം ഉണ്ടാകും. സഹോദരിമാരൊക്കെ ഇദ്ദേഹം പട്ടാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ വന്ന് കണ്ടുപോയതല്ലാതെ, അളിയന്മാരൊക്കെ ഇതിനെ മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന മദ്യം എടുത്തുകൊണ്ട് പോയതല്ലാതെ, സഹോദരനൊരു വിവാഹം കഴിച്ചാൽ അത് മരിക്കപ്പെട്ടാൽ ഈ സ്വത്തും കൂടെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന ധാരണയിൽ, അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക്. സഹോദരൻ കല്യാണം കഴിക്കാതെ മരിച്ചു പോയാൽ ആ സ്വത്തുകൂടെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. പിതൃക്കൾ എത്രയോ പേര് കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ സ്വത്ത് മുഴുവൻ കവർന്നെടുത്തിട്ടുണ്ടായ ദോഷങ്ങൾ. ഒരാൾ പോലും ജീവിതം വേണമെന്ന് ആഗ്രഹിക്കാത്ത മരിച്ചവരൊന്നുമുണ്ട് എനിക്കറിഞ്ഞൂടാ. ജീവിതം വേണ്ട, എനിക്ക് സ്വത്തും ഭൂമിയും വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ ഉണ്ട്. യോഗീശ്വരന്മാരായിട്ട് ഹിമാലയത്തിൽ പോയി ഈ അടുത്ത കാലത്ത് ഒരു വിഷയം ഉണ്ടായിരുന്നു. അടുത്ത കാലമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗംഗയിൽ പോയി ഒഴുകിപ്പോയി അദ്ദേഹത്തിൻ്റെ സ്വത്തെടുത്ത് വെച്ച് പരസ്പരം അടികൂടിയവർ സംഭവിച്ചതൊക്കെ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ഓടൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഈ ഭദ്രകാളി ക്ഷേത്രം ഒന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് ശരിയാക്കി പുള്ളി. സന്ധ്യയ്ക്ക് ഒരു വിളക്ക് വെച്ചു. ആ വിളക്ക് വെച്ച് പ്രാർത്ഥനയും ഇതുമായിട്ട് അമ്മയുടെ മരണം കഴിഞ്ഞു. അമ്മ മരിക്കുന്നതിന് മുമ്പ് കുട്ടൻപിള്ളയുടെ കൈ പിടിച്ച് പറഞ്ഞു, കുട്ടൻപിള്ളയ്ക്ക് വലിയ ഹൈറ്റില്ല, നല്ല നെറ്റി കയറിയ ഒരാളാണ്, ഇവിടെ മാത്രം ഇത്തിരി മുടിയുണ്ട്, പക്ഷേ ആ തുടുത്ത കവിളും ഒക്കെ ഒരു കണ്ടാൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. നല്ല അധ്വാനിയാണ്. രാവിലെ എഴുന്നിട്ട് ഈ പറമ്പിൽ ജോലിയൊക്കെ ചെയ്യും. വെറ്റില കൃഷി, വാഴയ്ക്ക് വാഴപ്പഴത്തിനൊക്കെ വെള്ളമൊക്കെ തളിച്ച് കിണറിൽ വെള്ളമൊക്കെ കോരി. അത് നല്ല നീറ്റായ ഒരു മനുഷ്യൻ. നിങ്ങൾ ആ ആത്മകഥ, എൻ്റെ ആത്മകഥയിലല്ല, എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾക്കകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ വീട് അത് വായിച്ചിട്ടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്, ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം ആ വീട് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന ഒരു കഥ, ഒരു സംഭവം ഞാൻ പറയുവാണ്. അങ്ങനെ അമ്മയുടെ കാലശേഷം ഒറ്റപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം തന്നെ പാചകമൊക്കെ ചെയ്ത് കഴിക്കണം. അപ്പോൾ നാട്ടിലെ ചില ആൾക്കാരൊക്കെ വന്ന് പറയും, എന്തെങ്കിലും കുട്ടൻപിള്ള എന്തായാലും ഒരു വിവാഹം കഴിക്കണം, നോക്കട്ടെ എന്ന് പറയും. ഇയാൾ ഈ ദേവിക്ക് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെയൊക്കെ കൃഷി ചെയ്ത് ആ തിണ്ണയുടെ മുറ്റത്ത് ഒരു പനമ്പ വിരിച്ച് കുട്ടൻപിള്ള കിടന്നുറങ്ങും. എനിക്ക് ആ ദൃശ്യം മനസ്സിൽ വേണം. ഇന്ന് കാലഘട്ടം മാറിയിട്ടും ജീവിതത്തിലൊരു പെണ്ണിനെ സ്പർശിക്കാതെ തൻ്റെ സഹോദരങ്ങളെ കെട്ടിച്ചയച്ച് തൻ്റെ ക്ഷേത്രം പൊളിഞ്ഞുപോയ ക്ഷേത്രത്തിലെ ഒരു വിളക്ക് തെളിച്ച് വെച്ച് ഇനി എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് വിചാരിച്ച് നെടുവുറുപ്പുകളോടെ കഴിയുന്ന കുട്ടൻപിള്ള. നമ്മളിത് കഥയല്ല സുനിൽ പരമേശ്വരൻ്റെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ, കുറച്ച് ദൂരമാണ്, അടുത്ത വീട്ടിലെ ഒരു വാടകക്കാർ വന്നു. നല്ല സിനിമയ്ക്ക് പറ്റിയ കഥയാണ്. അവിടെ ഒരു പെൺകുട്ടി, അധികം പ്രായമില്ല, ഇദ്ദേഹത്തിന് 55-60 വയസ്സായി കാണണം, ആവണമെന്ന് നമ്മൾ ഉദ്ദേശിക്കാം. എൻ്റെ പകുതി പ്രായമുള്ള ഒരു പെൺകുട്ടി. അവൾ അമ്മയും മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയ ഏതോ ജോലി കിട്ടി വന്നതാണ്. ആരോ പറഞ്ഞു ഇങ്ങനെ കുട്ടൻപിള്ളയുടെ അമ്പലമുണ്ടെന്ന്. അവൾ സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് വിളക്ക് കത്തിച്ചു തുടങ്ങി. അവർ തമ്മിലൊരു സൗഹൃദമായി. പക്ഷെ കുട്ടൻപിള്ള ഒരിക്കലും തൻ്റെ മനസ്സിലെ ഇഷ്ടം അവരോട് പറഞ്ഞില്ല, കാരണം തൻ്റെ പകുതി പ്രായമേ ഉള്ളൂ. കുട്ടൻപിള്ളയുടെ പെരുമാറ്റവും അയാളുടെ ഏകാന്തമായ ജീവിതവും ഈ പെൺകുട്ടിയിൽ മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ്. ജാതിയും മതവും ഒന്നുമില്ലാതെ ആ ഉള്ളിൽ തോന്നിയ ഇഷ്ടം കൊണ്ട് ഒരു ദിവസം പെൺകുട്ടി പറഞ്ഞു, എനിക്ക് കുട്ടൻപിള്ള ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മ പറഞ്ഞു നേരിട്ട് ചോദിക്കാൻ. എന്താണ്? ഞാൻ കുട്ടൻപിള്ളയുടെ ചേട്ടൻ്റെ കൂടെ ജീവിച്ചോട്ടെ എന്ന്. അയാൾ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അയാളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകി. പുള്ളി ഇങ്ങനെ തൊഴുതിങ്ങനെ കുറേ നേരം നിന്നു. ജീവിതത്തിൻ്റെ ഒരു പ്രാരാബ്ധങ്ങളും ഇല്ലാതെ 10-60 വയസ്സാവാൻ പോകുന്ന ഒരാൾ തൻ്റെ വീട് ശുദ്ധിയാക്കി കൃഷിപ്പണിയും ചെയ്ത്
ഭദ്രകാളിക്കൊരു വിളക്കൊക്കെ വെച്ചിരിക്കുന്ന കുട്ടമ്പിള്ളയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പെൺകുട്ടി തന്നോട് പറയുന്നു. അപ്പോൾ അയാളെ കരഞ്ഞുപോയി എന്നാണ് ദേവി ആ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച്. അതൊക്കെ പുള്ളി വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതോ തിരുമേനിയും വർഷത്തിലൊരിക്കൽ വന്ന് പരിഹാരം ചെയ്യത്തുള്ളൂ. പൂർവികർ എന്നോ പണിതിട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അയാൾ ഇന്ന് രാത്രി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് പകുതി പ്രായമേ ഉള്ളൂ, നീ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ജീവിതവും തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് താങ്കളുടെ കൂടെ ജീവിച്ചാൽ മതി. ചെറിയ എന്തോ ജോലിക്ക് അവിടെ കിട്ടിയത്, അതാ പെർമനൻറ്റും അല്ല. അങ്ങനെ ആ അമ്മയുടെ കൂടെ, ആ വാടക വീട്ടിലായിരുന്നു, ഈ അമ്മയുടെ കൂടെ ഒരു ചെറിയ വിവാഹം അവിടെ അമ്പലത്തിൽ വെച്ച് എല്ലാവരും കൂടെ ചേർന്ന് കുട്ടമ്പിള്ളി പെൺകുട്ടിയായിട്ട് വിവാഹം കഴിച്ചു. അവരവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, എനിക്ക് നാട്ടിലോട്ട്, അവിടെ കുറച്ച് സ്ഥലം എവിടെയുണ്ട് വയനാട്ടിലെങ്ങാണ്ട്, ഞാൻ അവിടെ പോയി നിൽക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ അമ്മയെ യാത്രയാക്കി ഇവർ തമ്മിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്. ആരാണ് കഥാനായകൻ? വെറ്റില എടുക്കാൻ വരുന്നയാൾ. വെറ്റില ഉണ്ടല്ലോ, വെറ്റില വാങ്ങിക്കാൻ വരുന്ന ഒരാൾ, ചന്തയിൽ കൊണ്ടുപോകുന്ന കുട്ടമ്പിള്ളയുടെ നിന്ന് പച്ചക്കറിയും സാധനങ്ങളും എടുക്കാൻ വണ്ടിയിൽ വരുന്ന ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുട്ടമ്പിള്ളയെ സഹായിക്കുന്നു, ഇരട്ടി പൈസ കൊടുക്കുന്നു, സാധനങ്ങൾ ഇഷ്ടം പോലെ എടുക്കുന്നു, ഒരു സൗഹൃദമുണ്ടാക്കുന്നു. പക്ഷേ കുട്ടമ്പിള്ളയെ പോലൊരു മനുഷ്യൻ ഒരിക്കലും അയാളുടെ വീട്ടിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കത്തില്ല. കൃഷിസ്ഥലത്ത് വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ കൃഷിസ്ഥലത്ത് വെച്ച് തന്നെ ഇടപാട് കൊടുത്ത് പൈസ മേടിച്ചോളും. ഇദ്ദേഹം സിറ്റിയിലോട്ട് പോകും ഭാര്യയും കൊണ്ട്. ആര്? ഈ കുട്ടമ്പിള്ള. ഇയാൾ കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ ആരെ ഉദ്ദേശിച്ചാണ്? ഒരു പുരുഷൻ, ഒരു ചെന്നായെ പോലുള്ള ഒരു മനുഷ്യൻ, ചെന്നായിയുടെ സ്വഭാവമുള്ള, എന്ന് പറഞ്ഞാൽ ക്രൂരമായ സ്വഭാവമുള്ള അയാൾ ആ പെൺകുട്ടിയെ, കാരണം പകുതി പ്രായമുള്ള, ഇവൻ കുറച്ചുകൂടെ ചെറുപ്പമാണ്, അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ കണ്ണുവച്ചു. പ്രായം കൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ ഇത്ര പ്രായമുണ്ട്, ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ കൂടെ ഒരു പെൺകുട്ടി 30 വയസ്സുള്ള ഒരാൾ നടക്കുന്നു. ഞാൻ ടീച്ചറോട് പോകുമ്പോൾ ചിലർ ചോദിക്കും, മകളാണോ എന്ന്. ആയിക്കോട്ടെ, മകളാവാം, അവൾ സാമിച്ച എന്നാണ് വിളിക്കണത്. സാമിയും അച്ഛനും കൂടെ ചേർത്താണ് വിളിക്കണത് ടീച്ചർ. അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞു മകൾ തന്നെ. ഇത് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഉപകഥകൾ ഒരുപാടുണ്ട് ഇതിനകത്ത്, അത് ഞാൻ പറയുന്നില്ല, അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പറയുകയാണ്. എന്തായാലും കുട്ടൻപിള്ള പാങ്ങോട് പട്ടാള ക്യാമ്പിലേക്ക്, വേറെ പേരുണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്ന സൗജന്യമായി കിട്ടുന്ന സാധനങ്ങളും പെൻഷനും അതെന്തോ പേപ്പറൊക്കെ ശരിയാക്കാനായിട്ട് പാങ്ങോട് പട്ടാള ക്യാമ്പിലേക്ക് വരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നത് തേങ്ങ കരയുന്ന, കഥാപ്രസംഗമല്ല, ആഘാതമേറ്റ പെൺകുട്ടിയാണ്. അവൾ ആ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്താണ് സംഭവം? മറ്റേ കച്ചവടക്കാരനുണ്ടല്ലോ, അവൻ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തു. എന്ത് സംഭവിച്ചു എന്ന് കുട്ടമ്പിള്ള ചോദിക്കുകയോ ആ കുട്ടി പറയുകയോ ചെയ്തില്ല. ആ സന്തോഷകരമായ ദാമ്പത്യം എന്നുള്ള ആ ദാമ്പത്യം മുഴുവൻ ദുഃഖദുരിതമായി മൂകത തളം കെട്ടി നിന്നു. ഒരു മുഴക്കം മാത്രമായി, പൈശാചികമായ ഒരു മുഴക്കം മാത്രം നിന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയോടത്ത് കുറച്ചു കാലം പോയി നിൽക്കണം. കാരണം ആ കുട്ടിക്ക് ഇദ്ദേഹത്തിനെ ഫേസ് ചെയ്യാൻ വയ്യ. എന്നാൽ ശാരീരികമായ ഒരു അറ്റാക്ക്, തൻ്റെ ജീവിതം മറ്റൊരാൾക്ക് സമർപ്പിക്കപ്പെട്ടു. പക്ഷേ ആ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് താൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു നീചനായ മനുഷ്യൻ തന്നെ അയാളുടെ കായിക ബലത്തിനനുസരിച്ച് കീഴ്പ്പെടുത്തിയത്. പറയാതെ തന്നെ ഇദ്ദേഹത്തിന് അത് മനസ്സിലായി. കുട്ടൻപിള്ള ഒന്നും പറയാൻ പോയില്ല, അവിടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടു. പിന്നെ നിശബ്ദനായിരുന്നു. രാത്രികാലങ്ങളിൽ കുട്ടൻപിള്ള വാഴത്തോപ്പ് കിളയ്ക്കുന്നത് കേൾക്കാം. വെറ്റില ചെടികൾക്കൂടെ അദ്ദേഹം പരിധി നടക്കുന്നത് കാണാം. എന്തിനാണ് നമുക്കറിഞ്ഞൂടാ. ഇത് ഒരിക്കലും മറ്റേ പെൺകുട്ടി തിരിച്ചു വന്നില്ല എന്ന് മാത്രമല്ല, ആ പോയ പെൺകുട്ടി ആത്മഹത്യയാണ് ചെയ്തത്. ഒന്ന് ആലോചിക്കണം, എന്തു നല്ല പെൺകുട്ടിയാണ്, എന്താണെന്ന് പോലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനത് എഴുതിയിട്ടുണ്ട്. ആ വീട് അനാഥമായി. കുട്ടൻപിള്ള കുറച്ച് ദിവസത്തെ സ്നേഹം മാത്രമേ അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുള്ളൂ. സഹോദരിമാർ വന്നുപോയി. സഹോദരിമാർ ഇദ്ദേഹം കല്യാണം കഴിച്ച, കാരണം ശാപം കിടക്കുകയില്ലേ, വസ്തു ഇയാളെ കല്യാണം കഴിച്ചതോടുകൂടി സഹോദരിമാർ വെറുത്തു പോയതാണ്. കാരണം ഈ സ്വത്ത് പോകുമല്ലോ, ഈ വീടും സ്ഥലവും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഇയാൾ പെണ്ണ് കെട്ടൂല എന്ന് വിചാരിച്ച് പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വയസ്സാം കാലത്ത് എന്തിനാ ചേട്ടാ പെണ്ണ്
ഇതൊക്കെ ചോദിച്ച സഹോദരിമാർക്ക് സ്വത്തും പണമൊന്നും ഇല്ലാതപ്പോൾ എല്ലാം പിണങ്ങിപ്പോയതാണ്. ചത്തു എന്ന് അറിഞ്ഞപ്പോൾ, മരിക്കൂ എന്ന് അറിഞ്ഞപ്പോൾ എല്ലാം കൂടെ വന്നു. ഇത് ചേട്ടാ വിവാഹമൊന്നും കഴിക്കണ്ട. എന്താണ് ഈ മണ്ണും ഭൂമിയും സ്വത്തും വീടും ഒക്കെ വേണമല്ലോ. എന്തൊരു മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. പണം കൊണ്ട് സ്വത്ത് കൊണ്ട് കണ്ടവനുണ്ടാക്കിയ ഭൂമിയെല്ലാം ഒപ്പിട്ട് വാങ്ങിക്കാനും സ്വാധീനിക്കാനും അതുകൊണ്ട് അങ്ങ് ജീവിക്കാമെന്നും വിചാരിക്കുന്നവർ, കണ്ട മറ്റുള്ളൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും വീട്, പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും ഭൂമിയും ഈ തലമുറയിലേക്ക് വന്നപ്പോഴാണ് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വന്നവർ അടികൂടുവാണ്. ഒക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കും. ഇതങ്ങ് എഴുതി വാങ്ങിച്ചാൽ ഇപ്പം ഭൂമി കിട്ടിയ എല്ലാം ആയി എന്നാണ് വിചാരിക്കണേ. ഇവരെ മക്കൾ ഇത് അനുഭവിക്കാൻ പറ്റുമോ? ചവിട്ടി താഴ്ത്തും. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഈ ചേട്ടൻ കല്യാണം കഴിച്ചു, ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി, ഹാപ്പിയായി. ചേട്ടനോട് സ്നേഹം കൂടി. ഇനി ചേട്ടൻ കല്യാണമൊന്നും കഴിക്കണ്ട, ഞങ്ങൾ ചേട്ടനെ നോക്കിക്കോളാം എന്നാണ്. ഇപ്പോൾ ആഹാരത്തിനകത്ത് മൊത്തം കലക്കി കൊടുത്ത് കൊല്ലാൻ വേണം. ഈ ഭൂമിയും വീടും കിടക്കുകയില്ലേ? എന്തൊരു മനുഷ്യൻ. എന്താണ് ഇതുകൊണ്ട് നേട്ടം? അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെയോ? നല്ല മധുരം കഴിച്ചാൽ കുറച്ച് മധുരത്തിൻ്റെ രുചിയും ഭക്ഷണമൊക്കെ കാണും. നല്ലതായിട്ട് കട്ടിലേക്ക് കിടന്ന് ക്ഷീണം വന്നാൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. കാരണം ഈ സ്വത്തെല്ലാം പിടിച്ചു പറിച്ച് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മക്കൾ ചവിട്ടി താഴ്ത്തും ഭൂമിയിൽ. അത് അവിടെ കിടക്കട്ടെ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. എന്തായാലും മറ്റേ സുഹൃത്ത് തൻ്റെ ഭാര്യ മരിക്കാനുള്ള കാരണം എന്താണെന്ന് കുട്ടമ്പിള്ളയെ അന്വേഷിച്ചു. അന്നിവിടെ വന്നതായിട്ടുള്ള ഇയാളിവിടെ വന്നതായിട്ട് ഉള്ളത് അറിവ് കിട്ടി. ഈ മരണശേഷം അയാൾ വന്നിട്ടേ ഇല്ല. പക്ഷേ ഒരു ദിവസം കുട്ടമ്പിള്ള അയാൾ അന്വേഷിച്ചു പോയി, കണ്ടില്ല. അല്ല, കുട്ടമ്പിള്ളയുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, വെറ്റയും കാര്യങ്ങളും എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്, നിങ്ങൾ വന്നാൽ മതി, ഒരു കുഴപ്പമില്ല, ഞാൻ അവൾ പോട്ടെ, അവൾ പോയി മരിച്ചുപോയി, എനിക്കതിന് യോഗമില്ല. പക്ഷേ കുട്ടമ്പിള്ള സന്ധ്യയ്ക്ക് തലയിൽ വെള്ളമൊഴിച്ച ആ നീരോടുകൂടി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നിട്ട് എൻ്റെ ഭാര്യ കൊല്ലപ്പെടാൻ കാരണമായവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥനയുടെ ഫലം അയാൾ വന്നിരിക്കുകയാണ്. ഈ അറ്റാക്ക് ചെയ്തവനെ അയാളുടെ മനസ്സിലെ പക നമ്മൾ ആലോചിക്കണം. വെറ്റിലെല്ലാം പറക്കി അടുക്കി റെഡിയാക്കി വെച്ചു. പഴയ പനയോല പെട്ടിയാണ്. പെട്ടി വെച്ചിട്ട് ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, ഇത് വെറ്റിലെല്ലാം റെഡിയാണല്ലോ, എത്രയുണ്ട്? 250 കെട്ടുണ്ട്. എത്ര കെട്ട്? 250 കെട്ട്, ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടമ്പിള്ള പറഞ്ഞു, അത് വേണ്ട, ഇത് ഇയാൾ തന്നെ കയ്യിൽ വെച്ചോടാൻ. അയാൾ ആ കുട്ടിയോടുകൂടി കൊണ്ടുപോയി. കുട്ടിയോടുകൂടി കൊണ്ടുപോയിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ കഥയ്ക്കകത്ത് ഞാൻ പറയുകയാണത്, ഞാൻ എഴുതിയതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇയാൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ കുട്ടമ്പിള്ള മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് കൈകാലുകളൊന്ന് വലിച്ചു നീട്ടി. എന്നിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് ചിരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിരിയായിരുന്നു. അന്ന് രാത്രി ഇദ്ദേഹം തൂങ്ങി മരിച്ചു ഈ വീട്ടിനകത്ത്, ഈ കുട്ടമ്പിള്ള. കാരണം ആ ഭാര്യയോടുള്ള തീഷ്ണമായ ബന്ധം, ഇഷ്ടം. ഇനിയാണ് അതിൻ്റെ ക്ലൈമാക്സ് സംഭവിക്കുന്നത്. ഈ കുട്ടമ്പിള്ള മരിച്ച് 3-ാമത്തെ ദിവസം അദ്ദേഹം വിഷം തൊട്ട് മരിച്ചു എന്നാണ് മറ്റേ ആൾ. ആര്? ഈ ഭാര്യയെ കയറി പിടിച്ചില്ലേ, ഈ പെൺകുട്ടിയെ കയറി പിടിച്ചവൻ. എങ്ങനെയാണ്? കുട്ടമ്പിള്ള കൊടുത്തുപെട്ട വെറ്റിലകൾക്കിടയിൽ ഒരു വിഷമുള്ള മൂർഖൻ പാമ്പായിരുന്നു അതിൻ്റെ പുറത്ത്. ഇയാൾ വെറ്റിലയിലേക്ക് കൈയിടുന്നതും ഒറ്റ കൊത്തിന് തീർത്തു. ആ പകയാണ്. ആ വീടിൻ്റെ കഥ പറഞ്ഞിട്ടാണ് മേടിക്കാനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. സ്വാമി, എന്തെങ്കിലും ഒന്ന് ശുദ്ധീകരിക്കാൻ പറ്റൂ? അവിടെ അമ്പലം ഇങ്ങനെ കിടക്കുകയാണ്, കുട്ടമ്പിള്ളയുടെ വീട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ രാത്രികളിൽ കുട്ടമ്പിള്ളയുടെ വാഴത്തോപ്പിൽ കിളയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു. അടിവേര് വറ്റുപോയിട്ടും വെറ്റില ചെടികൾ കിളിക്കുന്നു. പക്ഷേ ഈ മൺമട്ടി വെട്ടുന്ന ശബ്ദം, രാത്രിയിൽ ഈ കിണറിൽ വെള്ളം കോരി കുളിക്കുന്ന ശബ്ദം, ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ നട തുറന്ന് വിളക്ക് തെളിയുന്നത് ഉൾപ്പെടെ ഞാൻ കാണുന്നു. സ്വാമി, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പരിഹാരമില്ല, എൻ്റെ ചിന്തകളിൽ പരിഹാരം വരുന്നില്ല. ആ വീട് ഇടിഞ്ഞ് താണ് ഭൂമിയിൽ ലയിക്കട്ടെ. അത് ലയിച്ചു കഴിഞ്ഞാൽ ഈ ഭദ്രകാളി ക്ഷേത്രം ഇങ്ങനെ നിലനിൽക്കും. നാളെ ഒരു കാലത്ത് ആ വിളക്ക് അതൊരു മഹാക്ഷേത്രമായി മാറട്ടെ. കുട്ടൻപിള്ളയ്ക്ക് മരണമില്ല. കാരണം അദ്ദേഹം പ്രണയിച്ചിരുന്നു. ആ പങ്ങളെപ്പോലെ പ്രണയിച്ചിരുന്നു, ഭാര്യയെപ്പോലെ സ്നേഹിച്ചിരുന്നു, സഹോദരിയെപ്പോലെ സ്നേഹിച്ചിരുന്നു, അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്നു. ഒരു പുരുഷൻ്റെ എല്ലാ വികാരങ്ങളും മാറ്റിവെച്ച് പ്രണയദാഹം കൊണ്ട് പ്രതികാരദാഹിയായി തീർന്ന, തൻ്റെ ഭാര്യയെ ചതിച്ച് അറ്റാക്ക് ചെയ്ത് കയറിപ്പിടിച്ച ആ കാമമാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നവനെ പറിച്ചു വെച്ച ചെറ്റികൾക്കിടയിൽ കരുതി വെച്ച മൂർഖൻ പാമ്പിനെ കൊടുത്തയച്ച് കൊന്ന ആ അദ്ദേഹത്തിൻ്റെ പക 3 തലമുറ നിലനിൽക്കും. അതുകൊണ്ട് താങ്കൾ ആ വീട് വാങ്ങാതിരിക്കുക. വീടുകൾ വയ്ക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുള്ള പൂർവ്വജന്മത്തിൻ്റെ ഇതുപോലുള്ള കഥകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം.
പുതിയ പുതിയ അനുഭവ കഥകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങൾക്ക് വായിച്ചാൽ പരമേശ്വരൻ്റെ പ്രേതാനുഭവ കഥകൾ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ ഇത്തിരി ഒരുപാട് കഥകൾ ഞാൻ ഇതുപോലെ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം വായിക്കാൻ പറഞ്ഞ ടീച്ചർ തരാത്തത് കൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ ആൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തത്. അതുകൊണ്ട് വീടെന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും നിലനിൽക്കേണ്ട, സുഗന്ധം നിലനിൽക്കേണ്ട, മനസ്സമാധാനവും ശാന്തിയും നിലനിൽക്കേണ്ട ഒരു അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. നമസ്കാരം.